നമ്മുടെ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആണ്. ഓക്കെ. സോ നമ്മൾ ഓൾറെഡി പഠിച്ച് നിർത്തിയിരിക്കുന്നത് റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ആണ്. അപ്പോൾ റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിന് ശേഷം നെക്സ്റ്റ് ടോപ്പിക് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. നോക്കൂ, ഈ റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് പറഞ്ഞ പോലെ അല്ലെങ്കിൽ റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിന്റെ പ്രിപ്പറേഷൻ പോലെ അത്ര ഈസി ആയിട്ട് നമുക്ക് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ പറയാൻ പറ്റില്ല. അപ്പോൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഇപ്പം തൽക്കാലത്തേക്ക് നിങ്ങൾ ഈ മീനിങ്ങോ ഡെഫിനിഷൻ ഇതൊന്നും വായിക്കാൻ നിൽക്കേണ്ട. ഓക്കെ, ഞാൻ ഈ പറഞ്ഞ് ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ. കുറച്ച് കാര്യം ഒന്ന് പറഞ്ഞു തന്നാലേ പെട്ടെന്ന് മനസ്സിലാവും. നോക്കൂ, നമ്മളിപ്പോൾ ഓൾറെഡി പഠിച്ചത് റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്. ഈ റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനെ സംബന്ധിച്ചവരുടെ ക്യാഷ് ബുക്കിന്റെ സമ്മറിയാന്നൊക്കെ ഞാൻ പറഞ്ഞു. അതായത് ഈ ക്യാഷ് ബുക്ക് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇത്രയേ ഉള്ളൂ, ക്യാഷിന്റെ വരവും പോക്കും എഴുതുക അല്ലേ. ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനിലേക്ക് പൈസ വന്നതും പോയതും ഡെയിലി ബേസിസിൽ രേഖപ്പെടുത്തുന്നതാണ് ക്യാഷ് ബുക്ക്. ആ ക്യാഷ് ബുക്കിന്റെ ക്യാഷ് ബുക്കിന്റെ തന്നെ സമ്മറിയാണ് റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്. ഇവിടെ ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നോക്കൂ, ഈ റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ എല്ലാ തരം ക്യാഷ് ട്രാൻസാക്ഷൻസും രേഖപ്പെടുത്തും. അതായത് ഇപ്പോൾ ഫിക്സഡ് അസറ്റ് വാങ്ങി ഇവിടെ അത് പേയ്മെന്റ് ആയിട്ട് തന്നെ വരും. റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ എല്ലാ തരത്തിലുള്ള ക്യാഷ് ട്രാൻസാക്ഷനും വരുമെന്ന് പറഞ്ഞാൽ ഫിക്സഡ് അസറ്റ് വാങ്ങുന്നത് പേയ്മെന്റ് ആയിട്ടും ഫിക്സഡ് അസറ്റ് വിൽക്കുന്നത് റെസീറ്റ് ആയിട്ടൊക്കെ വരും. ബാങ്ക് ലോൺ എടുത്തു അതൊക്കെ റെസീറ്റ് ആയിട്ട് വരും. കാര്യം ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇത്രയേ ഉള്ളൂ, റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ ക്യാഷിന്റെ വരവും പോക്കും, ക്യാഷ് വന്നു പോയിന്ന് മാത്രമേ നോക്കൂ. അത് ഏത് രീതിയിലുള്ള ക്യാഷ് ആണെന്ന് നോക്കില്ല. അത് റവന്യൂ ഇൻകം ആണോ, റവന്യൂ എക്സ്പെൻഡിച്ചർ ആണോ, ക്യാപിറ്റൽ റെസീറ്റ് ആണോ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണോ നമ്മൾ നോക്കില്ല. ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനിലേക്ക് വരുന്ന എല്ലാ തരത്തിലുള്ള ക്യാഷും റെസീറ്റ് സൈഡിൽ കാണും. എല്ലാ തരം പേയ്മെന്റും നമ്മുടെ ഈ പറയുന്ന പേയ്മെന്റ് സൈഡിൽ കാണും. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ പ്രത്യേകത, റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിന്റെ ഒന്നാമത്തെ പ്രത്യേകത, ഇവിടെ റവന്യൂ നേച്ചർ ക്യാപിറ്റൽ നേച്ചർ ഐറ്റം തരംതിരിവില്ല. റവന്യൂ എക്സ്പെൻഡിച്ചർ ആണെന്നോ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണെന്നോ നോക്കില്ല. റവന്യൂ ഇൻകം ആണെന്നോ ക്യാപിറ്റൽ ഇൻകം ആണെന്നോ നോക്കില്ല. പൈസ വന്നു പൈസ പോയി. അതിന് ഫിക്സഡ് അസറ്റ് വാങ്ങിയതാണെങ്കിലും ഫിക്സഡ് അസറ്റ് വിറ്റതാണെങ്കിലും ബാങ്ക് ലോൺ എടുത്തതാണെങ്കിലും എന്തായിക്കോട്ടെ, പൈസ വന്നു പൈസ പോയി. ഇത് മാത്രമാണ് റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് എഴുതുന്നത്. ഓക്കെ, രണ്ടാമത്തെ ഒരു കാര്യം ശ്രദ്ധിച്ചു കേട്ടോ. രണ്ടാമത്തെ ഒരു കാര്യം, എപ്പോഴാണോ പൈസ കിട്ടുന്നത് ആ സമയത്താണ് നമ്മൾ റെസീപ്റ്റ് ആയിട്ട് എഴുതുന്നത്. എപ്പോഴാണോ പേയ്മെന്റ് പോകുന്നത് ആ സമയത്താണ് നമ്മളിത് പേയ്മെന്റ് ആയിട്ട് എഴുതുന്നത്. അപ്പോൾ റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ആക്ച്വൽ ക്യാഷ് ട്രാൻസാക്ഷൻ നടക്കുന്നത് എപ്പോഴാണോ അപ്പോഴാണ് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ 2020 കൊടുക്കേണ്ട റെൻറ്റ് നമ്മൾ 2021 അടച്ചതെന്ന് വിചാരിക്കുക. അപ്പോൾ 2020 നമ്മൾ റെൻറ്റ് കൊടുക്കാനുള്ളത്, നമ്മളത് 2021 പേ ചെയ്തത്. ഈ സിറ്റുവേഷനിൽ റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് 2021 പ്രിപ്പയർ ചെയ്യുമ്പോൾ മാത്രമേ ഈ പേയ്മെന്റ് കാണിക്കൂ. ഇവിടെ ശരിക്കും പറഞ്ഞാൽ അക്കൗണ്ടിങ്ങിനകത്തുള്ള മറ്റേ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസോ പ്രീപെയ്ഡ് എക്സ്പെൻസോ ഇതൊന്നും കണക്കിലെടുക്കില്ല. ആക്ച്വൽ ക്യാഷ് ട്രാൻസാക്ഷൻ അതെപ്പോഴാണോ നടന്നത് ആ റിയൽ ടൈമിൽ മാത്രമേ റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് റെക്കോർഡ് ചെയ്യൂ. അപ്പോൾ ഈ രണ്ട് കാര്യം നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി വെക്കണം. അപ്പോൾ റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ, ഒന്നുകൂടെ കേട്ടുവെച്ചോ, റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലുള്ള ക്യാഷ് ട്രാൻസാക്ഷൻസും എടുക്കും. ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുവാണ്. അവിടെ ഫിക്സഡ് അസറ്റ് വാങ്ങുന്നതും ഫിക്സഡ് അസറ്റ് വിൽക്കുന്നതും ബാങ്ക് ലോൺ എടുക്കുന്നതും ബാങ്ക് ലോൺ തിരിച്ചടയ്ക്കുന്നതും എന്ന് വേണ്ട എല്ലാ തരത്തിലുള്ള ക്യാഷ് മൂവ്മെന്റ്സും. പൈസ വന്നു പൈസ പോയി, അത് ഏത് രീതിയിലാണെന്ന് നോക്കണ്ട. പൈസ വന്നു പൈസ പോയി എങ്കിൽ അത് റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ വരും. അപ്പോൾ റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ യാതൊരു തരംതിരിവുമില്ല. എല്ലാ തരത്തിലുള്ള ക്യാഷ് ട്രാൻസാക്ഷൻസും നമ്മൾ രേഖപ്പെടുത്തിയിരിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണ്, എപ്പോഴാണോ ആ ക്യാഷ് ട്രാൻസാക്ഷൻ നടക്കുന്നത്, എപ്പോഴാണോ പൈസ വരുന്നത്, എപ്പോഴാണോ പൈസ പോകുന്നത് ആ സമയത്ത് മാത്രമേ റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് റെക്കോർഡ് ചെയ്യൂ. അല്ലാതെ അത് ഏത് വർഷത്തെ പേയ്മെന്റ് ആയിരുന്നു, ഇനി ഏതെങ്കിലും വർഷത്തെ അതൊന്നും നോക്കണ്ട. എപ്പോഴാണോ പേയ്മെന്റ് നടന്നത് അപ്പോൾ രേഖപ്പെടുത്തും, എപ്പോഴാണോ പൈസ കിട്ടിയത് അപ്പോൾ രേഖപ്പെടുത്തും.
ഈ രണ്ട് പ്രത്യേകത വെച്ചാണ് നമ്മൾ റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, എന്നാൽ ഇത്രയും ഓക്കെയാണ്. എന്നാൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ പ്രിപ്പറേഷനിൽ ഈ രണ്ട് പ്രത്യേകത നമ്മൾ ക്യാൻസൽ ചെയ്യണം. അതായത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ നമ്മൾ റവന്യൂ എക്സ്പെൻഡിച്ചറും റവന്യൂ ഇൻകവും മാത്രമേ രേഖപ്പെടുത്തൂ. ഫിക്സഡ് അസറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളോ ലൈബിലിറ്റി ആയിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് രേഖപ്പെടുത്തില്ല. ഇത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പോലെ തന്നെ റവന്യൂ നേച്ചർ ആണ്, അഥവാ ഒരു നോമിനൽ അക്കൗണ്ട് ആണെന്ന് പറയാം. അതവിടെ നിൽക്കട്ടെ, നമുക്ക് റവന്യൂ നേച്ചർ മാത്രമാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് തന്നിട്ട്, റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ക്വസ്റ്റ്യൻ ആയിട്ട് തന്നിട്ട് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ ശരിക്കും ചെയ്യേണ്ടുന്നത് ഒന്നാമത്തെ കാര്യം, റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിലുള്ള റവന്യൂ നേച്ചർ ഐറ്റംസ് മാത്രമേ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ വരൂ. അല്ലാതെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറോ ക്യാപിറ്റൽ റെസീപ്റ്റോ വരില്ല. ഫിക്സഡ് അസറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളോ ലൈബിലിറ്റി ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളോ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ വരില്ല. ക്ലിയർ ആയി വരുന്നുണ്ടോ? അപ്പോൾ റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് എല്ലാ കാര്യവും ഉണ്ടോ, അവിയൽ വരുവാണ്. റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിനകത്ത് എല്ലാ കാര്യവും കൂടിക്കുഴഞ്ഞ് കിടക്കുവാണ്. അതിൽ ഫിക്സഡ് അസറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യമുണ്ട്, ഫിക്സഡ് അസറ്റ് വാങ്ങുന്നതുണ്ട്, വിൽക്കുന്നതുണ്ട്, ബാങ്ക് ലോണുമായിട്ട് ബന്ധപ്പെട്ടതുണ്ട്, ലൈബിലിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് എന്ന് വേണ്ട. പൈസ വന്നാൽ മതി അവർക്ക്. എങ്ങനെ പൈസ വന്നാലും അത് റെസീപ്റ്റ് സൈഡിൽ എഴുതും. ഏത് രീതിയിൽ പേയ്മെൻറ്റ് നടന്നാലും, ഏത് രീതിയിൽ പൈസ പുറത്തോട്ട് പോയാലും അത് പേയ്മെൻറ്റ് സൈഡിൽ എഴുതും. ഇനി അത് ഏത് വർഷത്തതോ ആയിക്കോട്ടെ, എന്നാണോ ട്രാൻസാക്ഷൻ നടന്നത്, എപ്പോഴാണോ പൈസ പുറത്തേക്ക് പോയത്, എപ്പോഴാണോ പൈസ വന്നത്, ആ സമയം, ആ ആക്ച്വൽ സമയമില്ലേ, അപ്പോഴായിരിക്കും നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു മെമ്പർ സബ്സ്ക്രിപ്ഷൻ അടയ്ക്കണം. കേട്ടോണേ, ഒരു മെമ്പർ സബ്സ്ക്രിപ്ഷൻ അടയ്ക്കണം. പുള്ളി 2020 അടയ്ക്കേണ്ട സബ്സ്ക്രിപ്ഷൻ കുറച്ച് വൈകി 2021 അടച്ചത്. റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ 2021 റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ റെസീപ്റ്റ് സൈഡിലായിട്ട് ഇത് പോസ്റ്റ് ചെയ്യത്തുള്ളൂ. കാര്യം 2020 അടയ്ക്കേണ്ടതായിരുന്നു എന്നൊന്നും റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് നോക്കില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് രണ്ട് പ്രത്യേകത എന്തൊക്കെയാണ്? ഒന്നാമത്തെ പ്രത്യേകത, ദർ ഈസ് നോ ഡിഫറൻസ് അല്ലെങ്കിൽ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ റെസീറ്റ് നേച്ചർ ആൻഡ് ക്യാപിറ്റൽ നേച്ചർ. ഇവിടെ എല്ലാം പോകും, എല്ലാ തരം ക്യാഷ് ട്രാൻസാക്ഷൻസും എടുത്തങ്ങ് എഴുതും. രണ്ട്, ദർ ഈസ് നോ ഡിഫറൻസ് ബിറ്റ്വീൻ പ്രീവിയസ് ഇയർ, കറണ്ട് ഇയർ ഓർ ഫ്യൂച്ചർ ഇയർ. ഏത് ഇയറിലാണെന്നും നമുക്കറിയേണ്ട. എപ്പോഴാണോ ട്രാൻസാക്ഷൻ നടന്നത് ആ സമയത്ത് എഴുതത്തുള്ളൂ. അതിനി കഴിഞ്ഞ വർഷത്തെ പൈസയാണോ, ഇനി അടുത്ത വർഷം കിട്ടാനുള്ള പൈസയാണോ, ഇതൊന്നും നോക്കത്തില്ല. എപ്പോഴാണോ കിട്ടിയത് ആ ഡേറ്റ് ഇട്ടിട്ട് ആ ട്രാൻസാക്ഷൻ രേഖപ്പെടുത്തി വെക്കും. ഇതാണ് റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ പ്രത്യേകത. എന്നാൽ റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ നിന്ന് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്ക് വരുമ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ നോക്കും. അപ്പോൾ റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ കിടക്കുന്ന റവന്യൂ എക്സ്പെൻഡിച്ചറും റവന്യൂ ഇൻകവും മാത്രമേ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ വരൂ. അതുപോലെ തന്നെ കറണ്ട് ഇയർ ഐറ്റം കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്യപ്പെടും. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അന്ന് പ്രിപ്പയർ ചെയ്തപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ആഡ് ചെയ്യണം, പ്രീപെയ്ഡ് എക്സ്പെൻസ് കുറയ്ക്കണം, ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് കുറയ്ക്കണം, അതെല്ലാം ഇവിടെ വരും. അപ്പോൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിനകത്ത് കറക്റ്റ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യപ്പെടും. റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ നമ്മുടെ കറക്റ്റ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യപ്പെടുന്നില്ല. അത് ചുമ്മാ അറിയാൻ വേണ്ടി എത്ര ക്യാഷ് വന്നു, എത്ര ക്യാഷ് പോയി, അതെന്നാണ് വന്നത് അന്ന് റെക്കോർഡ് ചെയ്യും. ഇത് മാത്രമേ ഉള്ളൂ. പണം ഇടപാട് എഴുതി വെക്കുന്ന പരിപാടിയാണ്. എന്നാൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് അങ്ങനല്ല. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കൃത്യമായിട്ട് റവന്യൂ എക്സ്പെൻഡിച്ചറും റവന്യൂ ഇൻകവും മാത്രമേ രേഖപ്പെടുത്തൂ. അതുപോലെ തന്നെ കറണ്ട് ഇയർ ഐറ്റംസ് കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്തെടുക്കും. ഇപ്പോൾ 2020 കൊടുക്കേണ്ട റെൻറ്റ് 2021 കൊടുത്തതെന്ന് പറഞ്ഞാൽ 2021 ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഈ പൈസ വരത്തില്ല. അത് കഴിഞ്ഞതായിരുന്നു, അത് കഴിഞ്ഞ തവണത്തെ പൈസയാണ്, അത് അവിടെ അഡ്ജസ്റ്റ് ചെയ്യണം. അതാത് വർഷത്തെ എമൗണ്ട് അതാത് വർഷം തന്നെ അഡ്ജസ്റ്റ് ചെയ്തേ പോകത്തുള്ളൂ. P&L അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന കണക്ക് തന്നെ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ആയിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്. ആ റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടും ചില അഡീഷണൽ ഇൻഫർമേഷൻസും വെച്ച് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. എങ്ങനെ പ്രിപ്പയർ ചെയ്യണം? റവന്യൂ നേച്ചർ ഐറ്റം മാത്രം എടുക്കുക, കറണ്ട് ഇയർ ഐറ്റം മാത്രം
അഡ്ജസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ റവന്യൂ നേച്ചർ ഐറ്റവും ആയിരിക്കണം. കറണ്ട് ഇയറിൽ നമ്മൾ എന്നാണോ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് ആ വർഷത്തെ ഐറ്റംസ് മാത്രമേ അതിനകത്ത് കാണാവൂ. അപ്പോൾ പ്രീപെയ്ഡ് ഉണ്ടെങ്കിൽ കുറയ്ക്കണം, ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യണം, റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഉണ്ടെങ്കിൽ കുറയ്ക്കണം. അങ്ങനത്തെ എല്ലാം ഇവിടെ വരും. നമ്മൾ ആ പഠിച്ച എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റ്സും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ വരും. അതൊന്നും റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ ബാധകമല്ല. അവിടെ ചുമ്മാ വാരിപ്പറക്കാൻ എഴുതത്തേ ഉള്ളൂ. ഇങ്ങനെയാണ് നമ്മൾ റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ നിന്നും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ മെയിനായിട്ട് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് സർപ്ലസ് ആണോ ഡെഫിസിറ്റ് ആണോ എന്നറിയാൻ വേണ്ടിയാണ്. അതായത് റവന്യൂ നേച്ചർ ഐറ്റംസിൽ നമുക്ക് കരുതലിൽ എന്തെങ്കിലും നമ്മൾ ഇൻകം കൂടുതലും എക്സ്പെൻസ് കുറവുമാണെങ്കിൽ സർപ്ലസ്, ഇനി ഇൻകം കുറവും എക്സ്പെൻസ് കൂടിയും പോയാൽ ഡെഫിസിറ്റ്. അപ്പോൾ ഇൻകം എക്സ്പെൻസുമായിട്ട് കമ്പയർ ചെയ്യുന്നൊരു പരിപാടിയാണ്. ഓക്കെ, പക്ഷേ ഞാൻ ഈ പറഞ്ഞ കാര്യം ഓർത്ത് വെച്ചോണം. അതായത് ഇവിടെ പറയുന്നുണ്ട്, റവന്യൂ ഇൻകവും റവന്യൂ എക്സ്പെൻഡിച്ചറും മാത്രം ഐഡൻറ്റിഫൈ ചെയ്യണം. നിർബന്ധമായിട്ടും അത് കറണ്ട് ഇയർ ഐറ്റം ആയിരിക്കണം. ഇത് മാത്രം ഓർക്കുക. റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ നിന്നും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ റവന്യൂ ഇൻകവും റവന്യൂ എക്സ്പെൻഡിച്ചറും ഐഡൻറ്റിഫൈ ചെയ്യുക. കൂടാതെ കറണ്ട് ഇയർ ഐറ്റം മാത്രം അഡ്ജസ്റ്റ് ചെയ്തെടുക്കുക. കഴിഞ്ഞ വർഷത്തെയോ ഇനി വരാനിരിക്കുന്ന വർഷത്തെയോ ഐറ്റംസ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ രേഖപ്പെടുത്തില്ല. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ ഈ പറഞ്ഞ ഇത്രയും കാര്യം വെച്ചിട്ടാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് മുന്നോട്ട് പോകേണ്ടത്. ഓക്കെ, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ആണ് ക്വസ്റ്റ്യൻ. അല്ലാതെ റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനൊന്നും വരാറൊന്നുമില്ല. അത് എളുപ്പമല്ലേ, ചുമ്മാ എടുത്ത് മലത്തോട് എഴുതിയാൽ പോരെ. അങ്ങനല്ല, റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ആയിരിക്കും ക്വസ്റ്റ്യൻ. പിന്നെ ചില അഡീഷണൽ ഇൻഫർമേഷൻസ് കാണും. നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. പ്രിപ്പയർ ചെയ്യുമ്പോൾ മനസ്സിലാക്കേണ്ടത് റെസീറ്റ് ഇവിടെ പറഞ്ഞുതരാം. ഇവിടെ ഒരു ചെറിയൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് എന്ന് വായിക്കുന്ന പോലെ തന്നെ അല്ലായിരുന്നു നമ്മൾ എഴുതുന്നതും. റെസീറ്റ് ഇവിടെ, പേയ്മെൻറ്റ് ഇവിടെ. ഇടത് സൈഡിൽ റെസീപ്റ്റും വലത് സൈഡിൽ പേയ്മെൻറ്റ്. ഇത് ഇങ്ങനല്ലേ, ഇതല്ലേ റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്. അങ്ങനെ അപ്പോൾ റെസീപ്റ്റ് ഇടത് സൈഡും പേയ്മെൻറ്റ് വലത് സൈഡും. ഓക്കെ, പക്ഷേ വായിക്കുന്നത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്നല്ലേ. പക്ഷേ ചെറുതായിട്ട് എന്നോടൊന്ന് ക്ഷമിക്കുക. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്നാണ് എഴുതുന്നതും വായിക്കുന്നതുണ്ടെങ്കിൽ പോലും നമ്മൾ ബുക്ക് പ്രിപ്പയർ ചെയ്യുന്നത് ആദ്യം എക്സ്പെൻഡിച്ചറും പിന്നെ ഇൻകവുമാണ്. അതായത് മറ്റേ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർമാറ്റാണ്. ഇടത് സൈഡിൽ എക്സ്പെൻസും വലത് സൈഡിൽ ഇൻകവുമായിട്ട് എഴുതണം. വായിക്കുന്നതും എഴുതുന്നതും അക്കൗണ്ടിൻ്റെ പേരെങ്ങനെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. പക്ഷേ ഇടത് സൈഡ് എക്സ്പെൻഡിച്ചറാണ്, വലത് സൈഡ് ഇൻകവുമായിട്ട് തന്നെ വരയ്ക്കണം. അപ്പോൾ ഫോർമാറ്റ് ഇത്രയേ ഉള്ളൂ, എക്സ്പെൻഡിച്ചർ എമൗണ്ട്, ഇൻകം എമൗണ്ട്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് കാര്യം ശ്രദ്ധിച്ചോണം. ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, രണ്ട് കാര്യം മാത്രമേ ഉള്ളൂ നമുക്ക് നോക്കാനായിട്ട്. ഒന്നാമത്തത് റവന്യൂ നേച്ചർ ഐറ്റം മാത്രം ഐഡൻറ്റിഫൈ ചെയ്യുക. രണ്ടാമതായിട്ട് അത് കറണ്ട് ഇയർ ഐറ്റം തന്നെ ആയിരിക്കണം. കഴിഞ്ഞ വർഷത്തെയോ ഇനി വരാനിരിക്കുന്ന വർഷത്തെയോ ഐറ്റം ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എടുക്കില്ല. അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യപ്പെടണം. പ്രീപെയ്ഡ് ഉണ്ടെങ്കിൽ കുറയ്ക്കുക, ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് കൂട്ടുക, ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് കുറയ്ക്കുക. ഈ പരിപാടി എല്ലാം ഇവിടെ ചെയ്യണം. ഓക്കെ, ഇനി ഒരു ചെറിയൊരു പ്രോബ്ലം ഒന്ന് കാണിച്ചു തരാം. ക്വസ്റ്റ്യൻ ഒരു റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ആയിരിക്കും. ഇത് ചോദ്യമാണ്. ഈ റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ നിന്നും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. നമുക്കിത് ഒരുമിച്ചൊന്ന് വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, ഞാൻ ഈ ചോദിക്കുന്ന പോലെ നിങ്ങളുടെ മനസ്സിലൊന്ന് ഉത്തരം പറഞ്ഞാൽ മതി, പെട്ടെന്ന് പഠിക്കാൻ പറ്റും. ഒന്ന് മനസ്സിലാക്കി വെച്ചോ. ക്വസ്റ്റ്യൻ ആണ് റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്. നിങ്ങൾ ഈ കാണുന്നത് ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടുന്നത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ആദ്യം ഫോർമാറ്റ് വരയ്ക്കുക. ഇപ്പോൾ ഇതൊന്നും എഴുതണ്ട, ആദ്യം ഫോർമാറ്റ് വരച്ചാൽ മതി. എക്സ്പെൻഡിച്ചർ എമൗണ്ട്, ഇൻകം എമൗണ്ട്. ഓക്കെ, ഇനി ഇതാ നിസാര കാര്യം, ഞാൻ പറഞ്ഞ കാര്യം ഓർത്ത് വെച്ചോ. റവന്യൂ നേച്ചർ ഐറ്റം മാത്രം ഐഡൻറ്റിഫൈ ചെയ്താൽ മതി. ഈ റെസീപ്റ്റ് സൈഡിൽ കിടക്കുന്നതെല്ലാം കേട്ടോണേ, ഈ റെസീപ്റ്റ് സൈഡിൽ കിടക്കുന്നത് ഇവിടെ ഇൻകം സൈഡിലോട്ട് വരണം. റെസീപ്റ്റ് സൈഡിൽ കിടക്കുന്നത് ഇൻകം സൈഡിൽ വരണം. ഈ പേയ്മെൻറ്റ് സൈഡിൽ കിടക്കുന്നത് ഇവിടെ എക്സ്പെൻഡിച്ചർ സൈഡിലും വരണം. പക്ഷേ എടുത്തെഴുതുമ്പോൾ ഓർക്കേണ്ടത് റവന്യൂ നേച്ചർ ഐറ്റം മാത്രമേ എടുത്തെഴുതാവൂ. അത് കറണ്ട് ഇയർ ഐറ്റവും ആയിരിക്കണം. ഇത്രയേ ഉള്ളൂ. എളുപ്പമാണോ? റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ കിടക്കുന്ന, അതാ നോക്കിക്കോ, ഒന്നുകൂടെ പറഞ്ഞുതരാം. റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ കിടക്കുന്ന ഈ റെസീപ്റ്റ്സ് ഉണ്ടല്ലോ, ഈ റെസീപ്റ്റ്സ് അവിടെ ഇൻകം സൈഡിൽ പോകണം. ഓക്കെ, ഈ പേയ്മെൻ്റ് ഉണ്ടല്ലോ അത് അവിടെ എക്സ്പെൻഡിച്ചർ സൈഡിലും പോകണം. പക്ഷേ ശ്രദ്ധിക്കുക, റവന്യൂ നേച്ചർ ഐറ്റം മാത്രം എടുത്താൽ മതി. അത് കറണ്ട് ഇയർ ഐറ്റവും ആയിരിക്കണം. ഓക്കെ, സോ നമുക്ക് ആദ്യം ഇങ്ങനല്ലേ വരയ്ക്കുന്നത്, എക്സ്പെൻഡിച്ചർ ഇൻകം ഇങ്ങനല്ലേ. അപ്പോൾ നമുക്ക് കാര്യം ചെയ്യാം, ഇവിടുന്ന് പേയ്മെൻറ്റ് പോക്കണം. ഇവിടുത്തെ പേയ്മെൻറ്റ് സൈഡ് നോക്കുക. ഓക്കെ, പേയ്മെൻറ്റ് സൈഡ് ഒന്നാമത്തത് ഓണറേറിയം ടു സെക്രട്ടറി.
സെക്രട്ടറിക്ക് 3200 രൂപ ഓണറേറിയം കൊടുത്തു എന്നത് ഒരു റവന്യൂ നേച്ചർ ഐറ്റം ആണ്. അതൊരു സാധാരണ ഒരു ഐറ്റം, സാധാരണ പേയ്മെൻ്റ് ആണ്, ഒരു പ്രശ്നവുമില്ല. അതുകൊണ്ട് തന്നെ അത് ഇവിടെ എക്സ്പെൻഡിച്ചർ സൈഡിൽ എടുക്കണം, അങ്ങ് എടുത്തെഴുതിയാൽ മതി. ഇവിടുത്തെ പേയ്മെൻ്റ് ഒന്നും ഇല്ലടോ, ഇവിടെ പേയ്മെൻറ്റ് സൈഡിൽ കിടക്കുന്നതിനകത്ത് റവന്യൂ നേച്ചർ ഐറ്റം ആണെങ്കിൽ അത് ഇവിടെ എക്സ്പെൻഡിച്ചർ എഴുതിയാൽ മാത്രം മതിയെന്ന്. കിട്ടി, ഫുൾ മാർക്ക് കിട്ടി. പിന്നെ കറണ്ട് ഇയറിലാണോ എന്ന് നോക്കണം. പക്ഷേ ഇവിടെ അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും ഇല്ലാത്ത ചെറിയ പ്രോബ്ലം ആയതുകൊണ്ട് ഇതെല്ലാം കറണ്ട് ഇയർ തന്നെയുള്ളതായിരിക്കും. കറണ്ട് ഇയർ ആണോ അല്ലയോ എന്നുള്ളത് അഡ്ജസ്റ്റ്മെൻറ്റ് വരുമ്പോഴേ നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഇതൊരു കുഞ്ഞു പ്രോബ്ലമാണ്. ഇത്രയേ ഉള്ളൂ കേസ്. ഫസ്റ്റ് പേയ്മെൻറ്റ് നോക്കുക, ഓണറേറിയം ടു സെക്രട്ടറി. ഓക്കെ, അത് റവന്യൂ നേച്ചർ ആയതുകൊണ്ട് ഇവിടെ എക്സ്പെൻഡിച്ചർ സൈഡിൽ വരും. കണ്ടോ, എടുത്തെഴുതുന്ന പരിപാടി മാത്രമേ ഉള്ളൂ. ഇതാ പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറി നോക്കട്ടെ. ഇതാ ഓക്കെ, സ്പോർട്സ് എക്സ്പെൻസസ് റവന്യൂ ആണ്, സാധാ എക്സ്പെൻസ് ആണല്ലോ ഇതെല്ലാം. വന്നിട്ടുണ്ട് കണ്ടോ, സ്പോർട്സ് എക്സ്പെൻസസ്. അടുത്തത് ഇത്രയേ ഉള്ളൂ, ഫർണിച്ചർ മേടിച്ചു. ദാണ്ട് അടക്കുന്നു, ഫർണിച്ചർ മേടിച്ചു. ആലോചിച്ച് നോക്ക്, ഫർണിച്ചർ മേടിച്ചു. ഇവിടെ പേയ്മെൻറ്റ് സൈഡിൽ കാണും, അതൊക്കെ ശരി തന്നെ. പക്ഷേ ഫർണിച്ചർ വാങ്ങുന്നത് റവന്യൂ നേച്ചർ അല്ല. ഫർണിച്ചർ വാങ്ങുന്നത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയതുകൊണ്ട് ഈ ഐറ്റം ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എടുക്കില്ല, എങ്ങും വന്നിട്ടില്ല. ഇതാണ് നിങ്ങളുടെ മിടുക്ക്. കാര്യം എന്താ, അത് ക്യാപിറ്റൽ നേച്ചറാണ്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ഫിക്സഡ് അസറ്റ് വാങ്ങുന്നത് റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ കാണും, പക്ഷേ അത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ വരില്ല. ഇപ്പോൾ കളി മനസ്സിലാവുന്നുണ്ടോ? ഫർണിച്ചർ എടുക്കത്തില്ല. എൻ്റർടൈൻമെൻറ്റ് എക്സ്പെൻസസ് എടുക്കും, സാധാ ചിലവ് തന്നെയല്ലേ ഇതാ നടക്കുന്ന. ഓക്കെ, കണ്ടോ, ഇത്രയേ ഉള്ളൂ കേസ്. റെൻ്റ് ആൻഡ് റേറ്റ്സ് എടുക്കും, ജനറൽ എക്സ്പെൻസസ് എടുക്കും, സബ്സ്ക്രിപ്ഷൻ ടു ന്യൂസ് പേപ്പേഴ്സ് എടുക്കും. ഇതൊക്കെ സാധാരണ എക്സ്പെൻസ് അതാ, എടുക്കും. ഓക്കെ, ദെൻ ഈ തന്നിരിക്കുന്ന ക്ലോസിങ് ക്യാഷ് ബാലൻസാണ്. ക്യാഷ് ഒരു അസറ്റ് അല്ലേ? അസറ്റ് എന്ന് പറയുന്ന റവന്യൂ നേച്ചർ അല്ലല്ലോ, അല്ല. അപ്പോൾ ഈ ക്ലോസിംഗ് ബാലൻസ് ഒന്നും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ വരില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കി എങ്ങനെ എടുത്തിരിക്കുന്നത്, പേയ്മെൻറ്റ് സൈഡിൽ റവന്യൂ നേച്ചർ എക്സ്പെൻസുകൾ എന്ന് പറയുന്നത് ഓണറേറിയം ടു സെക്രട്ടറി, പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറി, സ്പോർട്സ് എക്സ്പെൻസസ്, ഫർണിച്ചർ വാങ്ങുന്നത് എടുക്കത്തില്ല. എൻ്റർടൈൻമെൻറ്റ് എക്സ്പെൻസസ്, റെൻറ്റ്, ജനറൽ എക്സ്പെൻസസ്, സബ്സ്ക്രിപ്ഷൻ ടു ന്യൂസ് പേപ്പേഴ്സ്, ഇത്രയും എടുത്ത് അങ്ങോട്ട് എഴുതുക. ഇതിപ്പോൾ എന്തോ പാട് താണ്ടേ, എന്തിൻ്റെ ബേസിലാണ് എടുത്തിരിക്കുന്നത്? റവന്യൂ എക്സ്പെൻഡിച്ചേഴ്സ് എല്ലാം എടുത്തു എന്നേ ഉള്ളൂ. ഓക്കെ, നമുക്കിനി റെസീപ്റ്റ് നോക്കാം. ഓപ്പണിംഗ് ക്യാഷ് ഒന്നും എടുത്തു കളയല്ലേ, ക്യാഷൊക്കെ അസറ്റാണ്. ക്യാഷ് ഒന്നും നമുക്കിവിടെ എടുക്കണം, ഇവിടെ അസറ്റിന് യാതൊരു കാര്യമില്ല. അസറ്റ് ലൈബിലിറ്റി ഒന്നും ഇവിടെ എടുക്കത്തില്ല. ദെൻ സബ്സ്ക്രിപ്ഷൻ കിട്ടി, അതൊരു സാധാരണ നമ്മുടെ ഒരു വരുമാനം തന്നെ. അവിടെ ഇൻകത്തിൽ പോസ്റ്റ് ചെയ്തു, സബ്സ്ക്രിപ്ഷൻ കിട്ടി. പിന്നെ എൻട്രൻസ് ഫീൽ പ്രത്യേകം പറയുന്നുണ്ട്, ഹാഫ്, പകുതി ക്യാപിറ്റലൈസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ പകുതി ക്യാപിറ്റൽ ഇൻകം ആയിട്ട് മാറ്റണം. അപ്പോൾ പകുതി മാത്രമേ റവന്യൂ ഉള്ളൂ, 3000. കണ്ടോ, ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് എൻട്രൻസ് ഫീ 6000 കിട്ടിയെങ്കിലും അതിൻ്റെ പകുതി ക്യാപിറ്റലൈസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ പകുതി ക്യാപിറ്റൽ ഇൻകം ആയിട്ട് മാറ്റണം. അപ്പോൾ 3000 എടുക്കാവൂ. എൻ്റർടൈൻമെൻറ്റ് റെസീറ്റ്സ് നമ്മുടെ വരുമാനം തന്നെ, നടക്കുന്നത് 3000 രൂപ. സെയിൽ ഓഫ് ന്യൂസ് പേപ്പർ 200 രൂപ, അതെല്ലാം നമ്മുടെ കുഞ്ഞു വരുമാനം തന്നെ. ഓക്കെ, ഒരു കാര്യം ഒന്ന് പിടിച്ചോണേ, ബാങ്ക് ലോൺ എടുത്തു വരുമോ? ഇല്ല, കാര്യം അത് ലൈബിലിറ്റിയാണ്. അപ്പോൾ ലൈബിലിറ്റി അസറ്റ് ഒന്നും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ വരത്തില്ല, അത് വരത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? ജസ്റ്റ് നമ്മൾ P&L അക്കൗണ്ട് പോലെ ചിന്തിച്ചാൽ മതി. റവന്യൂ നേച്ചർ എക്സ്പെൻസും ഇൻകവും മാത്രം ഈ പറയുന്ന ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്താൽ മതി. പിന്നെ അത് കറണ്ട് ഇയറും ആയിരിക്കണം. പക്ഷേ ഈ ഒരു പ്രോബ്ലത്തിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് അത് വരാത്തത്. തൊട്ടടുത്ത പ്രോബ്ലത്തിൽ കാണിച്ചു തരാം. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടുന്നത് ഇൻകം എക്സ്പെൻസ്. അപ്പോൾ കൂട്ടി ബാലൻസ് ചെയ്യുമ്പോൾ ഇവിടെ ഇൻകം കൂടുതലാണ്, അപ്പം എക്സസ് ഓഫ് ഇൻകം ഓവർ എക്സ്പെൻഡിച്ചർ ആണ്. ആ ബാലൻസ് ഇവിടോട്ട് എഴുതുക. ഇത് സർപ്ലസ് ആണ്, ബ്രാക്കറ്റിൽ സർപ്ലസ് എന്നും വേണമെങ്കിൽ എഴുതിയേക്കാം. സർപ്ലസ്, ഇവിടെ ഇൻകം ആണ് കൂടുതൽ, 3000 രൂപയ്ക്ക് കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഇത്രയും ഞാൻ പറഞ്ഞ എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല കുട്ടികൾക്കും ഇപ്പോഴും ഇതിൻ്റെ ഈ ലോജിക്ക് അറിയില്ല, അവർക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ നിന്ന് എന്ത് ബേസിലാണ് ചില കാര്യങ്ങൾ ഒഴിവാക്കുന്നതും ചിലത് എടുക്കുന്നതും. സത്യസന്ധമായിട്ട് പറയട്ടെ, വിഷമമുണ്ട് പറയാൻ, കുറേ പേര് കാണാതെ പിടിച്ച് വെച്ചിരിക്കുക. അവർ പഠിച്ചു വെച്ചിരിക്കുന്നത് ബാങ്ക് ലോൺ വന്നാൽ എടുക്കല്ലേ അളിയ, ഫർണിച്ചർ കണ്ടാൽ എടുക്കല്ലേ, ഇത് ഇങ്ങനൊന്നും കാണാതെ പിടിക്കുകയല്ല വേണ്ടത്. അസറ്റ് ലൈബിലിറ്റി അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ഇവിടെ കാണും. റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ കാണും. അസറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യവും ലൈബിലിറ്റി ആയിട്ട് ബന്ധപ്പെട്ട കാര്യമൊക്കെ. ഓക്കെ, അതൊന്നും ഇവിടെ വരത്തില്ലെന്ന് മാത്രം ഓർത്ത് വെച്ചിരുന്നാൽ മതി. ഇവിടെ റവന്യൂ നേച്ചർ ഐറ്റംസ് മാത്രമേ വരൂ. ഇങ്ങനെയാണ്, ഈ ലോജിക്ക് വെച്ചാണ് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ടത്. അല്ലാതെ കാണാതെ പഠിച്ച് വെക്കേണ്ട ഒരു കാര്യമില്ല.
ഇവിടെ അപ്പോൾ നിങ്ങൾ ഇവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ക്വസ്റ്റ്യന് പറയുന്നുണ്ട് 6000 രൂപ എൻട്രൻസ് ഫീയുടെ പകുതി ക്യാപിറ്റലൈസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് ക്യാപിറ്റൽ ഇൻകം, അതായത് എന്തെങ്കിലും പർട്ടിക്കുലർ കാര്യത്തിന് വേണ്ടി ഒരു റിസർവ് പോലെ ഒരു ഫണ്ട് പോലെ മാറ്റി വെക്കണം. ഇറ്റ്സ് എ ലൈബിലിറ്റി, ഇതൊരു ലൈബിലിറ്റി പോലെ മാറും, അതൊരു ഫണ്ട് പോലെ മാറും. അത് ക്യാപിറ്റലിൻ്റെ കൂടെ മാറ്റേണ്ട ഒരു എമൗണ്ട് ആണ്. ഓക്കെ, അല്ലാതെ അതൊരു റവന്യൂ ഇൻകം അല്ല. പകുതി, പക്ഷേ ബാക്കി പകുതി എടുത്തിട്ടുണ്ട്. ബാക്കി പകുതി എടുത്തിട്ടുണ്ട്, കണ്ടോ? അത് ക്വസ്റ്റ്യന് പറയുന്നുണ്ട്. ചില കാര്യത്തിൽ അങ്ങനെ ക്വസ്റ്റ്യന് പറയും, പക്ഷേ ഫർണിച്ചറിൻ്റെ കാര്യത്തിൽ ക്വസ്റ്റ്യനിൽ ഒന്നും പറയേണ്ട കാര്യമില്ല. ആർക്ക് വേണമെങ്കിലും അറിയാം ഫർണിച്ചർ ഒരു ഫിക്സഡ് അസറ്റ് വാങ്ങിയതാണ്. ഫിക്സഡ് അസറ്റ് വാങ്ങുന്നത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ കൊണ്ട് വരത്തില്ല, ബാങ്ക് ലോൺ എടുക്കുന്നതും വരത്തില്ല. ഈ ലോജിക്കൽ അങ്ങ് പഠിച്ചാൽ മതി. ഞാൻ ഒന്നും കാണാതെ പഠിപ്പിക്കുന്നില്ല, ജസ്റ്റ് മനസ്സിലാക്കുക. അസറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളോ, ഇനി ഇവിടെ തന്നെ ഫർണിച്ചർ വിറ്റു, സെയിൽ ഓഫ് ഫർണിച്ചർ എടുക്കത്തില്ല. അത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ എടുക്കത്തില്ല. അസറ്റുമായിട്ട് ബന്ധപ്പെട്ട വാങ്ങലും വിൽപ്പലും ഒന്നും എടുക്കത്തില്ല. ഇനി ബാങ്ക് ലോൺ എടുക്കുന്നതോ ബാങ്ക് ലോൺ തിരിച്ചടയ്ക്കുന്നതോ ഇതൊന്നും വരത്തില്ല. ഇതൊന്നും നമ്മുടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ വരത്തില്ല. അവിടെ ഓൺലി റവന്യൂ എക്സ്പെൻഡിച്ചറും റവന്യൂ ഇൻകം മാത്രം കറണ്ട് ഇയറുമായിട്ട് ബന്ധപ്പെട്ടത്. കറണ്ട് ഇയറുമായിട്ട് ബന്ധപ്പെട്ട ഇൻകം, റവന്യൂ എക്സ്പെൻഡിച്ചറും റവന്യൂ ഇൻകം മാത്രം എടുക്കുക, ഫുൾ മാർക്കും കിട്ടും. ഓക്കെ.